ആവറേജ് ഉപയോഗിച്ചുള്ള ഒരു പ്രോബ്ലമാണ് ഇവിടെ. 8 കുട്ടികളുടെ ശരാശരി മാർക്ക് 82. ഇതിൽ നിന്ന് ഒരു കുട്ടി 85 മാർക്കുള്ള ഒരു കുട്ടി പോയി, പകരം 90 മാർക്കുള്ള ഒരു കുട്ടി ക്ലാസ്സിലേക്ക് വന്നു എങ്കിൽ ഇപ്പോഴുള്ള 8 കുട്ടികളുടെ ശരാശരി മാർക്ക് എത്ര എന്നതാണ് പ്രശ്നം. നോക്കൂ, ഇത്തരം പ്രോബ്ലംസിൽ ശരാശരി മാർക്ക് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പോയ കുട്ടിയുടെ മാർക്ക് നമ്മൾ പരിഗണിക്കേണ്ടതില്ല. അത് എത്രയോ ആയിക്കോട്ടെ, കൂടുതലോ കുറവോ എന്നുള്ളത് പ്രശ്നമല്ല. മറിച്ച് വന്ന കുട്ടിക്ക് ശരാശരിയേക്കാൾ കൂടുതൽ എത്ര മാർക്കുണ്ട് അല്ലെങ്കിൽ കുറവ് എത്ര മാർക്കുണ്ട് എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഇവിടെ വന്ന കുട്ടിക്ക് 90 മാർക്കാണ്. 90ൽ നിന്ന് ശരാശരി 82 കുറച്ചാൽ 8 മാർക്ക് അധികമുണ്ട്. വന്ന കുട്ടിക്ക് 8 മാർക്ക് അധികമുണ്ട്. അതുകൊണ്ട് തന്നെ ആകെ മാർക്കിൽ ഈ 8 മാർക്കിന്റെ വർധന ഉണ്ടാവും. അതുകൊണ്ട് 8 മാർക്കും 8 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ ഓരോരുത്തർക്കും 1 വീതം കൂടും. അതായത് ഓരോ കുട്ടിക്കും ഉള്ള ശരാശരി മാർക്ക് 83 ആണ്. ക്ലാസിന്റെ ആ 8 കുട്ടികളുടെ ശരാശരി മാർക്ക് 82 + 1, 82 + 1 അതായത് 83 മാർക്ക് എന്ന്